ഹലോ, ഇന്ന് നമ്മൾക്കൊരു മേക്കപ്പ് വീഡിയോ ആണ്. മൈഗ്ലാമിൻ്റെ മേക്കപ്പ് വീഡിയോ ഉണ്ടെന്ന് ചെയ്യുന്നത്. ആദ്യം ഞാൻ ലിബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഡെർമാക്കോൻ്റെ പ്രോഡക്റ്റാണ്. ഞാൻ സ്മിത്ത് എന്ന ട്രയൽ പാക്കിൽ മേടിച്ച പ്രോഡക്റ്റാണ്. എയർ കുടുങ്ങിയതുകൊണ്ടൊന്ന് പൊട്ടിത്തെറിച്ചതാണ്. ഞാൻ ആദ്യമായിട്ട് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇട്ടിട്ട് ഒന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ സ്മിത്തിൽ നിന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. കുറേ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് ട്രയൽ പാക്സിൽ. ആദ്യം തന്നെ ഞാൻ BB ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മൈഗ്ലാമിൻ്റെ തന്നെ സൂപ്പർ സീറം BB ക്രീമാണ് വിത്ത് SPF 50++ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സണ്ണിൽ നിന്ന് അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിന് 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തത് ആൽമണ്ട് എന്നൊരു ഷെയ്ഡാണ്. ഇതിൽ അത്യാവശ്യം കവറേജ് കിട്ടുന്നുണ്ട്. ഞാൻ ബ്ലഷ് കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഹോൾ വീഡിയോയിൽ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ നോർമൽ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്നും ഞാൻ കാണിക്കില്ല. മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സ് മാത്രം കാണിക്കാം. നെക്സ്റ്റ് ഞാൻ സ്ക്വാഡ് ഗോൾസിൻ്റെ ഒരു പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 6 ഷെയ്ഡ്സ് മാറ്റും അതുപോലെ തന്നെ 6 ഷെയ്ഡ്സ് നമുക്ക് ഗ്ലിറ്ററിയും വരുന്നുണ്ട്. ഞാൻ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐലിഡ്സിന് മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഐലിഡ്സ് കുറച്ചൊന്ന് എനിക്ക് അണ്ടർ ഐ കുറച്ചൊന്ന് ബ്ലാക്കായി തുടങ്ങുന്നുണ്ട്, കാരണം ഉറക്കമില്ലാത്തതൊക്കെ കാരണം. അപ്പോൾ അതൊന്ന് കവറേജ് ചെയ്യാനായിട്ടാണ് ആദ്യം തന്നെ ഓറഞ്ച് ഷെയ്ഡൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനൊരു ബ്ലാക്ക് ഒരു ന്യൂഡ് ബ്ലാക്കാണെന്ന് പറയാം, ഒരു സ്മോക്കി ഐ ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്ത് കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഡാർക്ക് ബ്രൗൺ അതിൻ്റെ തൊട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ചുകൂടെ ലൈറ്റ് ബ്രൗൺ, വീണ്ടും ലൈറ്റ് ബ്രൗൺ, അങ്ങനെ കളർ കുറച്ച് ലൈറ്റായിട്ട് ഇന്നർ കോർണേഴ്സിലോട്ട് വരുന്നത് പോലെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കട്ടെ ഞാൻ പറയുന്നതിനേക്കാളും. ആൻഡ് ഉള്ളിലോട്ടായിട്ട് നമുക്ക് കോർണേഴ്സിൽ ഞാൻ ഒരു ഗ്ലിറ്ററി ഷെയ്ഡും അതുപോലെ തന്നെ ഐബ്രോസ് ഒന്ന് തെറിച്ച് നിൽക്കാനായിട്ട് ഒരു ഗ്ലിറ്ററി വൈറ്റ് കളർ ഒരു സിൽവർ ഷെയ്ഡും കൂടെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിൾ ഐഷോയുടെ ലുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി എനിക്ക് ക്യാമറയിൽ കാണുന്നത് പോലെ അല്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഇതിന് അറിയുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ക്യാമറയിൽ അത്ര അറിയുന്നില്ല മേക്കപ്പ് ചെയ്യുന്നത്, നേരിട്ട് കാണുമ്പോൾ അറിയുന്നുണ്ട്. അപ്പോൾ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ സൂപ്പർ ഫുഡ്സിൻ്റെ കാജലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. താഴ്ഭാഗത്തായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ ലൈനിൽ ഞാൻ സൂപ്പർ ഫുഡ്സിൻ്റെ കാജൽ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്മഡ്ജി ഇല്ല, അങ്ങനത്തെ ഒരുപാട് ക്വാളിറ്റീസ് ഇതിനുണ്ട്. എൻ്റെ ബേബീസിന് ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല പ്രോഡക്റ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലാഷ് ലൈന് ഞാൻ ഈ അതേ കാജൽ കൊണ്ട് തന്നെയാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല പ്രോഡക്റ്റാണ്. ഓക്കെ, ഇനി നമ്മുടെ ഐ മേക്കപ്പ് കഴിയാറായി. നെക്സ്റ്റ് ഞാൻ മസ്കാരയാണ്. ഇതൊരു ട്വിസ്റ്റ് മസ്കാരയാണ് കേട്ടോ. ഇതിൻ്റെ ടിപ്പും തന്നെ നല്ലപോലെ ട്വിസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വോളിയം അതുപോലെ തന്നെ നല്ല ലോങ് തോന്നിക്കുന്നുണ്ട് നമ്മുടെ ലാഷസ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഞാനൊരു ബ്ലഷാണ് അപ്ലൈ ചെയ്തത്. ഇത് ഹോട്ട് മെസ്സിൻ്റെ ആണ് കേട്ടോ, ഒരു ഐഷാഡോ പാലറ്റാണിത് മൈഗ്ലാമിൻ്റെ. ഇതിൽ പോപ്പ് സോൾ വരുന്നതാണ് കേട്ടോ. ഐഷാഡോ പാലറ്റ് എന്ന് പറയുമ്പോൾ പോപ്പ് സോൾ വരുന്നതാണ്. അതിലൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ട് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അത്ര റേറ്റ് ഒന്നുമില്ല, 299 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഹോൾ വീഡിയോ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലഷായിട്ട് ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ, ഞാൻ നോസിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഹൈലൈറ്ററാണ്. ഇത് K-Playയിൽ വരുന്നതാണ് ഹൈലൈറ്റർ. മൈഗ്ലാമിൻ്റെ ഓരോ പ്രോഡക്ട്സും ഓരോ ബ്രാൻഡ്സിൽ വരുന്നതാണ്, ഓരോ സബ്ബായിട്ടുള്ള ബ്രാൻഡ്സിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഹൈലൈറ്റർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ബ്രഷ് ഇതല്ല എങ്കിലും എൻ്റെ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ബ്രഷിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്നില്ല കേട്ടോ ഹൈലൈറ്റ് ഇട്ടുവെന്ന്. പക്ഷേ അത് ഫോണിൽ അറിയാതെയാണ്, നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലപോലെ ഹൈലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്തപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് അറിയുന്നത്. ബ്രഷ് കൊണ്ട് അത്യാവശ്യം അറിയുന്നില്ല കേട്ടോ. പ്രോഡക്റ്റ്സ് നിറയെ എടുക്കുന്നുണ്ട്, പക്ഷെ അറിയുന്നില്ല നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൂക്കിലും അതുപോലെ തന്നെ നമ്മുടെ ചീക്സിലും അതുപോലെ തന്നെ ഞാൻ എൻ്റെ സോൺ മൊത്തം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഹൈലൈറ്റർ 2 ഷെയ്ഡിൽ വരുന്നുണ്ട്, റോസും ഗോൾഡനും വരുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് റോസാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈലൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്, തരക്കേടില്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. ഒക്കെ കണ്ടില്ലേ, ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അറിയുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ലിറ്റിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ, ബ്രൗൺ ഷെയ്ഡാണ്. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്, നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. 1 രൂപയ്ക്കൊക്കെ അപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓഫേഴ്സ് നല്ലപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ലിപ്പ് ആൻഡ് ചീക്സ്
ലിപ്പ് ആൻഡ് ഐ സ്പാർക്കിൾസ് ആണ്. ഇത് നല്ല പ്രോഡക്റ്റ്, പക്ഷേ ഇത് തുറക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങൾ എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ ഈ ഹോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ലിപ്സിലും അതുപോലെ തന്നെ ഐസിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രോഡക്റ്റ് വൈസ് സൂപ്പറാണ്, പക്ഷേ ഇതിന് ചെറിയ പ്രശ്നമുണ്ട്. അതാണ് തുറക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. ഇതൊരു കോപ്പർ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ഐസിലായിട്ടും അതുപോലെ തന്നെ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഐസിൽ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് അറിയുന്നില്ല കേട്ടോ. ഈ ഒരു സ്പാർക്കിൾസ് ഇടുമ്പോഴത്തേക്കും നല്ലപോലെ കണ്ണ് തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇത് രാത്രിയൊക്കെ നമുക്ക് റിസപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടൊരു പോകാൻ പറ്റിയ മേക്കപ്പാണ്. നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സ് നല്ല ഓഫർ ഉണ്ട് ഓൺലൈനിൽ. അങ്ങനെ നോക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഒട്ടും ഓഫേഴ്സിൽ കിട്ടില്ല കേട്ടോ. പിന്നെ ലിപ്സിലിടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്, കാരണം നമ്മുടെ ലിപ്സ് നല്ലപോലെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു സ്പാർക്കിൾസ് അപ്ലൈ ചെയ്ത സമയത്ത്. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയണം, കാരണം ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ എനിക്കറിയുന്നത് പോലെ ഞാൻ ഇട്ടു, അത്ര മാത്രം. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ പറയണം കേട്ടോ, ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പം മൈഗ്ലാമിൻ്റെ ഹോൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ടാറ്റാ ബൈ ഉമ്മ.